മസ്തിഷ്ക മരണത്തിന് ശേഷം അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയ ആലിൻ ഷെറിന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനംതിട്ട നെടുങ്ങാടപ്പള്ളിയിലെ ആലിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി മാതാപിതാക്കളായ അരുണിനെയും ഷെറിനെയും ആശ്വസിപ്പിച്ചു. 12 മിനിറ്റോളം മുഖ്യമന്ത്രി ആലിന്റെ വീട്ടിൽ ചിലവഴിച്ചു. ഇന്നലെയായിരുന്നു ഔദ്യോഗിക ബഹുമതിയോടെ ആലിൻ ഷെറിന്റെ സംസ്കാരം നടന്നത്. കോഴിക്കോട് വരാൻ പോകുന്ന അവയവദാനത്തിനായുള്ള പ്രത്യേക മെഡിക്കൽ കേന്ദ്രത്തിന് ആലിന്റെ പേര് നൽകും. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രവീൺ, ആ കുടുംബത്തെ മുഖ്യമന്ത്രി തന്നെ ചേർത്ത് നിർത്താൻ, ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തുന്നതാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട് എത്തുന്ന അവയവദാന മാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്ന അതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആശുപത്രിക്ക് ആലിന്റെ പേര് നൽകുകയും ചെയ്യും. ഒരിക്കൽ കൂടി അങ്ങനെ കുഞ്ഞു പൈതലിനെ ആദരിക്കുകയാണ് സർക്കാർ. വിനീത, ഇന്ന് വൈകിട്ട് 6:15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലിൻ ഷെറിന്റെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയത്. ആലിന്റെ മാതാപിതാക്കളായ അരുൺ, ഷെറിൻ എന്നിവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്വസിപ്പിച്ചു. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത തീരുമാനം മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി അരുണിനോടും ഷെറിനോടും പറഞ്ഞു. താങ്ങാൻ പറ്റാത്ത ദുഃഖത്തിനിടയിലും അവയവദാന തീരുമാനം എടുത്തതിനെ സർക്കാർ അനുമോദിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതാദ്യമായാണ് കേരളത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റെ അവയവദാനം നടന്നതെന്ന് ആലിന്റെ മുത്തശ്ശൻ റെജി സാമുവലിനോട് മുഖ്യമന്ത്രി പറഞ്ഞു. അവയവദാന പ്രക്രിയ വേഗത്തിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് റെജി സാമുവൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അത് തങ്ങളുടെ ഉത്തരവാദിത്വം എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. 15 മിനിറ്റ് സമയത്തോളം മുഖ്യമന്ത്രി ആലിന്റെ വീട്ടിൽ ചെലവഴിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വീട്ടിൽ സന്നിഹിതയായിരുന്നു. കേവലം 10 മാസം മാത്രം പ്രായമുള്ള ഏകമകൾ തങ്ങളെ വിട്ടുപിരിഞ്ഞു പോയപ്പോഴും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള അരുണിന്റെയും ഷെറിന്റെയും തീരുമാനമാണ് ചരിത്രമായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വീട്ടിലേക്ക് എത്തുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. കുടുംബത്തോടൊപ്പം സർക്കാർ എന്നും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലിൻ ഷെറിന്റെ വീട്ടിൽ നിന്നും. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.